അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ ഇന്ത്യക്കാരനാകാൻ ശുഭാംശു ശുക്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:01 കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ശുഭാംശു ശുക്ലയെയും കൊണ്ടുള്ള ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചുയരും. 7 തവണ മാറ്റിവെച്ചതിനു ശേഷമാണ് ഇന്നത്തെ ദൗത്യം. ശുഭാംശു ശുക്ലയും സംഘവും 14 ദിവസം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കും. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്റർ മറ്റൊരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇന്ത്യക്കാരനായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം കുതിച്ചുയരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ആകാശഗംഗ എന്ന് വിളിപ്പേരുള്ള ആക്സിയം 4 ദൗത്യം ബഹിരാകാശത്തേക്ക് പുറപ്പെടും. ഇന്ത്യക്കിത് അഭിമാന നിമിഷം. 41 വർഷങ്ങൾക്ക് ശേഷമുള്ള ബഹിരാകാശ യാത്ര മാത്രമല്ല, 700 കോടി രൂപയിലധികം ചിലവ് വരുന്ന ബൃഹത് പദ്ധതി. വാണിജ്യപരമായി ഇന്ത്യ ക്രമീകരിക്കുന്ന ആദ്യ സ്പേസ് പര്യവേഷണം. പോളണ്ട്, ഹംഗറി, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നുള്ള സംയുക്ത ദൗത്യം. ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന് നിർണായകമായ സയനോ ബാക്ടീരിയ പരീക്ഷണം. എന്തിനേറെ, വാർദ്ധക്യത്തെ ചെറുത്തുതോൽപ്പിക്കാനുള്ള പഠനങ്ങളും ദൗത്യത്തിന്റെ ഭാഗമാണ്. നാം കാത്തിരിക്കുന്ന ചരിത്രയാത്രയ്ക്ക് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. യാത്രയുടെ കമാൻഡർ അനുഭവസമ്പന്നയായ പെഗ്ഗി വിറ്റ്സൺ ആണ്. സഹയാത്രികൻ സ്ലാവോസ് വിസിനിവ്സ്കി. ആയിരത്തി 1984 സോവിയറ്റ് യൂണിയനുമായി സഹകരിച്ച് ഇന്ത്യ രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തെത്തിച്ചിരുന്നു. നീണ്ട 41 വർഷങ്ങൾക്കു ശേഷം ഇതാ ശുഭാംശു ശുക്ല ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് കുതിച്ചുയരുന്നു. ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ 39 വയസ്സുകാരൻ ശുഭാംശു ശുക്ല 2006 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. 2000 മണിക്കൂറിലേറെ യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചുള്ള അനുഭവ സമ്പത്ത്. ഗഗൻയാൻ യാത്രയ്ക്ക് ഇന്ത്യ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 4 യാത്രികരിൽ ഒരാൾ. ആക്സിയം 4 ദൗത്യത്തിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ പൈലറ്റാണ് ശുഭാംശു ശുക്ല. ബഹിരാകാശ പേടകങ്ങളുടെ സാങ്കേതിക കാര്യങ്ങളിൽ വലിയ അവഗാഹമാണ് ശുക്ലയ്ക്കുള്ളതെന്ന് സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൂമിയുടെ ഭ്രമണപഥമായ ലിയോയിൽ ശുഭാംശു ശുക്ലയും സംഘവും എത്തുക വ്യാഴാഴ്ച വൈകിട്ട് 4:30. ഭ്രമണപഥത്തിലെത്തിക്കഴിഞ്ഞാൽ പേടകം ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കും. ലിയോയിലെ ഉപഗ്രഹങ്ങളും ബഹിരാകാശ നിലയങ്ങളും സെക്കൻഡിൽ ഏകദേശം 7.8 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുക. സാധാരണ 90 മിനിറ്റിനുള്ളിൽ ഒരു ഓർബിറ്റ് പൂർത്തിയാക്കും. അതായത് ശുക്ലയും സംഘവും ഒരു ദിവസം ഭൂമിയെ ചുറ്റാൻ പോകുന്നത് 16 തവണ. അങ്ങനെ 14 ദിവസം ഭൂമിയെ ചുറ്റാനുള്ള ദൗത്യമാണ് സംഘത്തിനുള്ളത്. ISRO, ആക്സിയം സ്പേസ്, നാസ സംയുക്ത സംരംഭത്തെ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. 2026 ഇന്ത്യ നടത്താനിരിക്കുന്ന ഗഗൻയാൻ ബഹിരാകാശ പരീക്ഷണത്തിന്റെ റിഹേഴ്സലായാണ് ISRO ഈ ദൗത്യത്തെ കാണുന്നത്. ശുഭാംശു ശുക്ല ചരിത്രത്തിലേക്ക് പറന്നു കയറാൻ പോവുകയാണ്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് ഇനി ശുക്ലയുടെ പേരിലായിരിക്കും. ശുഭാംശുവിന് നേരാം ശുഭയാത്ര. റിസർച്ച് ഡെസ്ക് 24.